ഇസ്ലാമിൻ്റെ രാഷ്ട്രീയം അപകടം പിടിച്ചതാണ്. അത് പറയും. ആ അപകടം ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ വരണം, സിവിൽ നിയമങ്ങൾ വേണ്ട, ശരീഅത്ത് നിയമങ്ങൾ മതി എന്ന് വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമുണ്ട്. അതിനെ എതിർക്കണം. അതിനെ എതിർക്കുമ്പോൾ മുസ്ലിം വിരുദ്ധനാവില്ല. ജനാധിപത്യത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അത് പറയുമ്പോൾ നിങ്ങൾ വർഗീയവാദിയാവും. പതിയെ പതിയെ പല വഴികളിലൂടെ ഇരവാദമുയർത്തി, അടുത്ത സ്റ്റേജ്, ആദ്യമാണ് ഇരവാദം, അടുത്ത സ്റ്റേജിൽ ഭയപ്പെടുത്തി അവർ മുന്നേറുമ്പോൾ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ എതിർക്കണ്ടേ? ആ എതിർക്കുമ്പോൾ മുസ്ലിം വിരുദ്ധനാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഞാൻ ആ വിഷയമല്ല നമ്മുടെ വിഷയം. ഈ ഒരു വ്യത്യാസം പോലും നമ്മളിൽ പലർക്കും അറിയില്ല. ഞാൻ ഹൈന്ദവ വിശ്വാസികളെ ഒരിക്കൽ കൂടി കുറ്റപ്പെടുത്തുന്നു. സോഷ്യൽ മീഡിയയിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ പല നേതാക്കളുടെയും പ്രസംഗങ്ങളിലൂടെ പോകുമ്പോൾ അവർക്ക് ഈ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവരിൽ പലരും പറയുന്നത് വർഗീയതയാണ്. അവിടെയാണ് നമ്മൾ വർഗീയത പറയുമ്പോഴാണ്, നമ്മൾ ഇസ്ലാം എന്ന മതത്തിനെതിരെ പറയുമ്പോഴാണ് അവർ സ്കോർ ചെയ്യുന്നത്. കണ്ടോ, ഞങ്ങൾ പറയുന്നത് ഇതാണ് എന്ന് പറയുന്നത്. അവിടെയാണ് ആദ്യത്തെ പരിശീലനം വേണ്ടത്. ഇസ്ലാം എന്ന മതത്തെയും വിശ്വാസത്തെയും വിമർശിക്കേണ്ട പണി നമുക്കില്ല. ഖുറാനിലെ വാചകങ്ങൾ എടുത്തുകൊണ്ട് അത് കുഴപ്പമാണ് എന്ന് പറയേണ്ട പണി നമുക്കില്ല. ഈ വ്യത്യാസം മനസ്സിലാക്കി വിശ്വാസത്തെയും മതത്തെയും എതിർക്കുന്നതിന് പകരം ഇതിന്റെ പിന്നിലെ ജനാധിപത്യ വിരുദ്ധ അജണ്ടയെ, ശരീഅത്ത് സ്ഥാപിക്കാനുള്ള പരിശ്രമത്തെ എതിർക്കുമ്പോഴാണ് യഥാർത്ഥ വിമർശനം ഉണ്ടാകുന്നതും ഫലപ്രദമാകുന്നതും. എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ പറയാൻ പറ്റും. ഞാൻ ധൈര്യപൂർവ്വം പറയും, അവരാഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ വർഗീയത പറയുന്നു, വർഗീയത പറഞ്ഞോളൂ, പക്ഷെ എന്നെ കേൾക്കുന്നവർക്കറിയാം ഞാൻ പറയുന്ന വർഗീയതയല്ലെന്ന്. ഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിശ്വാസികളും ആഗ്രഹിക്കുന്നത് ജനാധിപത്യമാണ്. അവരാഗ്രഹിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ദൗർബല്യമാണ് ഇത്തരക്കാർ ഉപയോഗിക്കുന്നത്. UAE-യിലോ സൗദി അറേബ്യയിലോ ചെന്ന് ഇവർക്ക് ഫലസ്തീന് വേണ്ടി ഇരവാദമുയർത്തി റാലി നടത്താൻ കഴിയുമോ? നാടുകടത്തും. അപ്പം സനാതനധർമ്മം എന്ന് പറയുന്നതിൻ്റെ ഒരുപാട് ബാധ്യതകൾ. ഒന്ന്, സനാതനധർമ്മത്തെയും ഹിന്ദുധർമ്മത്തെയും മറ്റൊരു മതവിരോധത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പഠിക്കുക. എല്ലാ മതങ്ങളും, ഭാരതത്തിന്റെ പ്രത്യേകത എന്താ? വാസ്തവത്തിൽ സനാതനധർമ്മം ഹിന്ദു മതത്തിന്റെ സങ്കല്പമല്ല, ഭാരതത്തിന്റെ സങ്കല്പമാണ്. എന്താണ് സനാതനധർമ്മം? പലപ്പോഴും നമുക്കതിന്റെ അർത്ഥം പോലും അറിയില്ല. ശാശ്വതമായ സത്യം തേടുകയാണ്, മോക്ഷം തേടുകയാണ്, ധർമ്മം തേടുകയാണ്. അത് ബുദ്ധമതത്തിലും ജൈനമതത്തിലുമൊക്കെ ഉണ്ട്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ടതാണ് സനാതനധർമ്മം എന്ന ആശയം. അത് പിന്നീട് ഒരു മതമായി രൂപപ്പെട്ട ഹിന്ദുമതം സ്വീകരിച്ചു. കാരണം ഭാരതത്തിൻ്റെ ആചാര്യന്മാർ, ഋഷിവര്യന്മാർ മനുഷ്യനെ മനുഷ്യനായാണ് കരുതിയത്, മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല. അവരാരും വർഗീയവാദികളായിരുന്നില്ല. അവരുടെ സങ്കല്പമാണ്, ഭാരതത്തിൻ്റെ പാരമ്പര്യമാണ് സനാതനധർമ്മം. എല്ലാവർക്കും ക്ഷേമം, എല്ലാവർക്കും. എന്താണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ? ജനിക്കുന്ന മരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ? ജനിക്കുന്ന മരിക്കുന്നവർ. അന്ന് മുതൽ ഏറിയാൽ 100 വയസ്സ് വരെ ജീവിക്കാൻ കഴിയുന്ന ഒരു ആയുസ്സാണ് പ്രകൃതി, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ സനാതനധർമ്മം പറയുന്നത് മോക്ഷം അത് നിത്യമാണ്. യഥാർത്ഥ ജീവിതം നിത്യജീവിതമാണ്. ആ ജീവിതത്തിലേക്കുള്ള യാത്രയിലെ ഒരു ഘട്ടം മാത്രമാണ് ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ചെറിയ കാലം. അതിലും ജന്മങ്ങളും പുനർജന്മങ്ങളും ഉണ്ടാവും. അതിനൊക്കെ ശേഷമേ നമുക്ക് മോക്ഷം കിട്ടും, അല്ലാതെ മരിച്ച ഉടനെ മോക്ഷം കിട്ടില്ല. മനുഷ്യനായും മറ്റു പലതായും നമ്മൾ ജനിക്കുകയും പുനർജനിക്കുകയും ചെയ്യണം. ഒടുവിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് മോക്ഷം കിട്ടും. ആ മോക്ഷത്തിന് വേണ്ടി, ശാശ്വതമായ ജീവിതത്തിന് വേണ്ടി നമ്മൾ അനുഷ്ഠിക്കുന്ന ധർമ്മമാണ്, കർമ്മമാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത്. നല്ലത് ചെയ്യൂ, കരുണ കാണിക്കൂ. മനുഷ്യനോട് മാത്രമല്ല, സസ്യജാലങ്ങളോടും മൃഗങ്ങളോടും കരുണ കാട്ടൂ.